ഹായ് ഫ്രണ്ട്സ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രവും വരയ്ക്കുന്നതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. ആ പാർട്ടിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിലൂടെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ തുടങ്ങിയ ബ്രാഞ്ചുകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് ബീമുകളാണ് മെയിനായിട്ടും പ്രോബ്ലംസ് ആയിട്ട് വരാറുള്ളത്. ഒന്ന് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം ആൻഡ് ക്യാൻഡിലിവർ ബീം. ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ക്യാൻഡിലിവർ ബീമിൽ മാത്രം നമ്മൾ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയാലും ഓവർ ഹാങ്ങിങ് ബീം ആയാലും നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ദെൻ രണ്ടാമത് ഓർക്കേണ്ട കാര്യം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രവും വരയ്ക്കുമ്പോൾ ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഷേപ്പാണ് വരുന്നതെന്ന് ആലോചിക്കണം. ഫോർ എക്സാമ്പിൾ, പോയിൻ്റ് ലോഡാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ പോയിൻ്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനുമായിരിക്കും വരയ്ക്കുന്നത്. UDL ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ നമുക്ക് ക്വാഡ്രാറ്റിക് കർവുമാണ് ഉള്ളത്, അല്ലെങ്കിൽ പരാബോളിക് കർവുമാണ് ഉള്ളത്. ദെൻ UVL, യൂണിഫോംലി വേരിയിങ് ലോഡിലേക്ക് വരുമ്പോൾ, യൂണിഫോം വേരിയിങ് ലോഡിൻ്റെ കേസിൽ നമ്മൾ SFD, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് കർവ് അല്ലെങ്കിൽ ഒരു പരാബോളിക് കർവ് ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ക്യൂബിക്കൽ കർവായിരിക്കും കിട്ടുന്നത്. ഇതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇതിൽ KTUവിൽ തന്നെ 2015 സ്കീമിൽ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്ക് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ബ്രാഞ്ചസിനെല്ലാം പോയിൻ്റ് ലോഡുകളും UDLുമാണ് മെയിനായിട്ടും ചോദിക്കാറുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം UVL ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ UVL ചോദിച്ചിട്ടുണ്ട്. UVL തന്നെ ഞാൻ പറഞ്ഞു, ട്രയാങ്കുലാർ ലോഡും ഉണ്ട്, ട്രപ്പിസോയിഡലുണ്ട്. അതിൽ ട്രപ്പിസോയിഡൽ ടൈപ്പ് ഒരു പ്രോബ്ലം സിവിൽ എഞ്ചിനീയറിംഗിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അതും നമ്മൾ വരും ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും സെലക്ട് ചെയ്ത 1-2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി shear force diagram and bending moment diagram for a cantilever beam of 5 meter span subjected to a UDL of 5 kN per meter over a length of 2 meter starting from the free end. ഇത് S3 സിവിൽ എഞ്ചിനീയറിംഗിന് ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നോർമലി നമുക്ക് ഫിഗർ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഫിഗർ വരയ്ക്കുക, ഒരു സൈഡിൽ കാൽക്കുലേഷൻസ് ചെയ്യുക. ആ ഒരു പാറ്റേൺ ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ അപ്പോൾ ആദ്യം നമ്മൾ ഫിഗർ വരയ്ക്കുന്നു. ഫിഗർ വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്യാൻഡിലിവർ ബീമാണ്. അപ്പം ബീംസിനെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാകണം. ടൈപ്പ് ഓഫ് ലോഡിങ്ങുകളെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ അവർ 5 മീറ്റർ സ്പാനിൽ ഒരു ബീം ഉണ്ടെന്ന് പറയുന്നത്. അപ്പം 5 മീറ്റർ സ്പാൻ എന്നുള്ളത് ഞാൻ കുറച്ച് സ്കെയിലിൽ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല, ഞാൻ കുറച്ച് എൻലാർജ് ചെയ്ത് തന്നെയാണ് വരയ്ക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഞാനൊരു ബീം വരച്ചു. ആ ബീം ക്യാൻഡിലിവർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എൻഡ്, ലെഫ്റ്റ് എൻഡ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. റൈറ്റ് എൻഡ് ഫിക്സ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിൽ ഏത് എൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നൊന്നും പറഞ്ഞില്ല, ക്യാൻഡിലിവർ ബീം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് എ ബീം AB. സോ ഈ ബീമിൻ്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ബീമിൻ്റെ ലെങ്ത് ഇറ്റ് ഈസ് ഓഫ് 5 മീറ്റർ സ്പാൻ എന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ ആ ലെങ്തും ഞാൻ മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് 5 മീറ്റർ. സോ ഈ ബീമിൽ ഫ്രീ എൻഡിൽ നിന്നും 2 മീറ്റർ മാറി എനിക്ക് 5 kN per meter എന്ന് പറയുന്ന ഒരു UDL ആക്ട് ചെയ്യുന്നത്. അപ്പോൾ UDLനെ നമ്മൾ നോർമലി റെപ്രസെൻ്റ് ചെയ്താൽ ഇങ്ങനെയാണ്. സോ അപ്പം ഞാൻ UDL ഇതാ മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് ദ UDL and its magnitude is 5 kN per meter over a length of 2 meter from the free end, starting from the free end എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ എന്ത് വരുന്നത്, ഡയഗ്രാം വരുന്നത്. സോ അപ്പം ഇതിൽ
ക്യാൻഡിലിവർ ബീം ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് എന്താണ് റിയാക്ഷൻസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഈച്ച് ആൻഡ് എവരി പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലെ എല്ലാ പോയിന്റുകളും ആയിട്ടില്ല, നമ്മൾ പറയുന്നത് സാലിയൻ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഇതിനകത്ത് എ ബി ഉണ്ട്, ഈ യു ഡി എൽ എൻഡ് ചെയ്യുന്ന ഈ പോയിന്റ് ഞാൻ സി എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് മെയിൻലി 3 പോയിന്റ് എ ഉണ്ട്, സി ഉണ്ട്, ബി ഉണ്ട്. ഈ 3 പോയിന്റിലെയും ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ടത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം, വരയ്ക്കുകയും വേണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാൽക്കുലേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ സൈൻ കൺവെൻഷൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഷിയർ ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ട സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ റണ്ണും ലൂപ്പുമാണ്. അതായത് ഞാനൊരു സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ അത് നെഗറ്റീവ്, ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ അത് പോസിറ്റീവ്. ദെൻ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു ചിരിക്കുന്നത് പോലെയാണ്. കഴിഞ്ഞ ലെക്ചർ എന്തായാലും കാണുക, അതിൽ പറയുന്നുണ്ട് ചിരിക്കുന്ന പോലെ. അത് ലോഡ് കാരണം ബെൻഡഡ് ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്, ചിരിക്കുന്ന പോലെ വരുവാണെങ്കിൽ. ആൻഡ് സിമിലർലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഓരോ ലോഡും കാരണം ഉണ്ടാകുന്ന ഷേപ്പ് എങ്ങനെ വരയ്ക്കണം എന്നുള്ള ഷേപ്പ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. സോ ഇതിലാദ്യം ഞാൻ ഷിയർ ഫോഴ്സ് കാൽക്കുലേഷനിലേക്ക് പോവാണ്. ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നതിൽ നമുക്ക് ഓരോ പോയിന്റിലേക്കാണ്. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓരോ പോയിന്റിൽ നിന്നിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്കായിരിക്കും നോക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് എന്നുള്ള കണ്ടീഷനാണ് ഞാൻ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് എൻഡിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി വേണം. ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി എന്ന് പറയുമ്പോൾ ഞാൻ ബിയിൽ വന്ന് നിന്നു. ബിയിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ലോഡൊന്നും കാണാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ദ ലോഡ് ഈസ് 0. ദാറ്റ് ഈസ് ദ ഷിയർ ഫോഴ്സ് ഈസ് 0. Now I am coming to the point C. So shear force at point C. അപ്പോൾ സിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത്രയും ലെങ്തിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, യു ഡിയിൽ കാണാൻ പറ്റുന്നുണ്ട്. യു ഡിയിലെ നെറ്റ് ലോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, W/L, അത് ആക്ട് ചെയ്യുന്ന ലെങ്ത്. സോ ഇവിടെ 2 മീറ്ററിലാണ് യു ഡിയിൽ ആക്ട് ചെയ്യുന്നത്. സോ ദ വാല്യൂ വിൽ ബി 5/2. സോ ദാറ്റ് വിൽ ബി 10 kN. സൈൻ കൺവെൻഷൻ എന്തായിരിക്കും വരുന്നത് ചോക്കി, റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ഡയറക്ഷനാണ്, ശരിയല്ലേ. റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ, നെഗറ്റീവ് വന്നേനെ. അപ്പോൾ ഞാൻ നോക്കുന്ന പോയിന്റ് സിയിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇപ്പോൾ നോക്കിയത്. റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഈ ലോഡ് നെറ്റ് ലോഡ് താഴോട്ടെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്, ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. സോ ദിസ് വിൽ ബി +10. ദെൻ ഐ എം കമ്മിങ് ടു ദി പോയിന്റ് എ. സോ ഷിയർ ഫോഴ്സ് അറ്റ് എയിൽ നിന്ന് കഴിഞ്ഞാലും എനിക്ക് എന്താണ്, സിയിൽ നിന്ന് നോക്കുന്ന പോലെയുള്ളൂ, ഈ ലോഡ് മാത്രമേ ഉള്ളൂ. സോ ആ കേസിലും എത്ര തന്നെയാണ് വരുന്നത്, ദിസ് വിൽ ബി 10 kN. സോ ഇതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത് ഷിയർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത്. ഇനി ഇത് എനിക്ക് എന്ത് ചെയ്യണം, ഡ്രോ ചെയ്യണം. അപ്പോൾ ഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ വരച്ച് നിർത്തിയ, അതായത് നമ്മുടെ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ലൈൻ ഡയഗ്രത്തിൽ നിന്ന് അതിന് താഴേക്ക് കറസ്പോണ്ടിങ് പോയിന്റുകളെ താഴേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓരോ പോയിന്റിൽ നിന്നും താഴേക്ക് ലൈൻസ് വരയ്ക്കുക. ഇവിടെ സാലിയൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഉണ്ടപ്പം നമ്മൾ ആ സിയിൽ നിന്നും എന്ത് ചെയ്യണം, ലൈൻ താഴേക്ക് വരയ്ക്കണം. സോ ഞാൻ അവിടെയും താഴേക്ക് ലൈൻ വരച്ചു. ദെൻ ബിയിൽ നിന്നും ഞാൻ താഴേക്ക് ലൈൻസ് വരച്ചിട്ടു. സോ ദെൻ റെഫറൻസ് എന്ന കണക്ക് ബീമിൻ്റെ ടോട്ടൽ ലെങ്തിൽ ഞാൻ എൻ്റെ റെഫറൻസ് ആക്സിസ് ഫിക്സ് ചെയ്തു. സോ ദിസ് ഈസ് ദ റെഫറൻസ് ആക്സിസ്. അപ്പം ഇതിന് മുകളിലുള്ളത് പോസിറ്റീവ്, താഴെയുള്ളത് നെഗറ്റീവ്, റൈറ്റിലേക്ക് പോകുന്നത് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ മുകളിലും താഴെ നല്ല ഈ ലൈനിന് മുകളിലുള്ള എല്ലാ വാല്യൂസും പോസിറ്റീവും താഴെയുള്ള എല്ലാ വാല്യൂ എന്താണ്, നെഗറ്റീവുമാണ്. സോ എങ്ങനെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയും, ഞാൻ ബിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഷിയർ ഫോഴ്സ് 0. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഞാൻ 0 മാർക്ക് ചെയ്തു. ബിയിൽ നിന്ന് ഞാൻ സിയിൽ വന്നു. സിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ വാല്യൂ എത്രയാണ്, 10 kN ആണ് ആ വാല്യൂ. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് ഞാൻ മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് 10 kN. മാഗ്നിറ്റ്യൂഡ് എഴുതി. ഇത് 0 ആണ്, ഇവിടുന്ന് 10. അപ്പോൾ നോക്കിയേ, സിക്കും ബിക്കും ഇടയ്ക്ക് നമുക്കിവിടെ യു ഡി എൽ ഉള്ളത്. യു ഡി എല്ലിൻ്റെ കേസിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം, നമ്മൾ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അപ്പോൾ എന്താ ഈ 2 പോയിന്റുകളെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ദെൻ സിയിൽ നിന്ന് എവിടെ വന്നു, എയിൽ നിൽക്കുമ്പോഴും എത്ര തന്നെയാണ് ഉള്ളത്, 10 kN ഉണ്ട്. അപ്പം ലോഡ് മാറുന്നില്ല. അപ്പോൾ എന്താ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. സോ എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാൻ ക്ലോസ് ചെയ്തു. സോ ദിസ് ഈസ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഈ വാല്യൂ എത്ര തന്നെയാണ്, 10 kN തന്നെയാണ്. സോ ദിസ് ഈസ് എല്ലാ വാല്യൂം പോസിറ്റീവ്. സോ ദിസ് എ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിനെയും. ഇതാണ് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്.
സിമ്പിളാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകൾ കമൻറ്റ് ചെയ്താലും മതി, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നൗ കമ്മിങ് ടു ദി ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേഷൻ. ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേഷനിലേക്ക് വരുന്നു. ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഷിയർ ഫോഴ്സ് ചെയ്ത പോലെ തന്നെ ഓരോ പോയിന്റിലുള്ള ബെൻഡിങ് മൊമെൻറ്റും കാൽക്കുലേറ്റ്. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി, മൊമെൻറ്റ് എബൌട്ട്, ബെൻഡിങ് മൊമെൻറ്റ് എബൌട്ട് ബി, അറ്റ് ബി എന്ന് പറയുന്നതിനേക്കാളും മൊമെൻ്റ് ആയതുകൊണ്ട് എപ്പോഴും ബെൻഡിങ് മൊമെൻറ്റ് എബൌട്ട് ബി ഈക്വൽ ടു, ബിയിൽ നിൽക്കുന്നു, ലോഡുകളൊന്നും റൈറ്റ് സൈഡിലേക്കാണ് നോക്കുന്നത്, ലോഡുകളൊന്നും കാണുന്നില്ല. സോ ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി 0. നൗ കമ്മിങ് ടു ദി പോയിന്റ് സി. സി എന്ന് പറയുന്ന പോയിന്റിൽ വന്നു. നേരത്തെ പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് യു ഡി എല്ലിൻ്റെ നെറ്റ് ലോഡ് അതിൻ്റെ മിഡ് പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 5 × 2 എന്ന് പറയുന്നത്, 5 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ്, 2 എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്. അത് ആക്ട് ചെയ്യുന്നത് 2-ൻ്റെയും പകുതിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 1 മീറ്റർ. സോ 5 × 2 10 kN അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ സിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ യു ഡി എൽ കാരണമുള്ള ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ മൊമെൻ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 5 × 2 എന്ന് പറയുന്ന ലോഡാണ്. ആ ലോഡ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? 2-ൻ്റെയും പകുതിയിൽ. സിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് 2-ൻ്റെയും പകുതിയിൽ. ഇനി ആലോചിച്ച് ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായി, ലോഡ് താഴേക്കായിരിക്കും. സോ ബീം എങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുന്നത്? ആ താഴേക്കായിരിക്കും ബെൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡിലേക്കാകുന്നു. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് ബെൻഡിങ്. സോ മൈനസ് വാല്യൂ. സോ ദാറ്റ് വാല്യൂ വിൽ ബി -10 kN മീറ്റർ. ബെൻഡിങ് മൊമെൻ്റ് യൂണിറ്റ് എഴുതിപ്പോൾ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ kN മീറ്റർ. നമ്മൾ ലോഡ് ഇടുന്നത് കിലോമീറ്ററില്ല, ഡിസ്റ്റൻസ് മീറ്ററില്ല. സോ kN മീറ്ററിലായിരിക്കും കിട്ടുന്നത്. നൗ കമ്മിങ് ടു ദി പോയിന്റ് എ. സോ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ ഓർ ബെൻഡിങ് മൊമെൻ്റ് എബൌട്ട് എ. എയിൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കി, ഇത് 5 × 2 എന്ന് പറയുന്ന ആ ലോഡ് നെറ്റ് ലോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിസ്റ്റൻസ് മാറി, ഇവിടെ 1 മീറ്റർ അല്ല, എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ ഇത് ഇത്രയും 2 മീറ്റർ പോയി, ബാക്കി ഇത് എത്ര ആയിരുന്നു നമുക്ക്? ബാക്കി ഇത് 3 മീറ്റർ ആയിരുന്നു ഇങ്ങോട്ട്, അല്ലേ? എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബി സി 2 മീറ്റർ ആണെങ്കിൽ എ സി എത്രയാണ്? 3 മീറ്റർ. അപ്പോൾ 3 മീറ്റർ വന്നിട്ട് പിന്നെ 1 മീറ്റർ, 4 മീറ്ററായി. സോ അവിടുത്തെ നെറ്റ് ലോഡ് അപ്പോൾ എത്രയായി? 5 × 2 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈ 1 മീറ്റർ കൂടാതെ പ്ലസ് അതിൻ്റെ കൂടെ എത്രയും കൂടെ വന്നു? 3 കൂടി വന്നു. So 3 + 1 is 4. 4 × 10 is 40. So answer will be 40 kN meter. And what about the sign? Sign നോക്കി നേരത്തെ പോലെ താഴേക്കാണ് ബെൻഡിങ്. സോ ദാറ്റ് വിൽ ബി കൺസിഡർ ആസ് നെഗറ്റീവ് ബെൻഡിങ്. സോ again -40. സോ ഇതും നമുക്ക് എന്ത് ചെയ്യണം? വരയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂസ് കിട്ടിയതുകൊണ്ട് പോസിറ്റീവ് സൈഡിലേക്ക് വാല്യൂസ് ഒന്നുമില്ല, എല്ലാം നെഗറ്റീവ് സൈഡിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? എൻ്റെ റെഫറൻസ് ലൈനിൽ വരച്ചു. അതിൻ്റെ റെഫറൻസ് ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് മാർക്ക് ചെയ്തു. സോ എഗെയിൻ അറ്റ് ബിയിൽ 0 kN മീറ്റർ ആണ്, അത് മാർക്ക് ചെയ്തു. സിയിൽ നിന്ന് ഞാൻ ബിയിലെത്തുമ്പോൾ എത്രയായി? അത് -10 ആയി. സോ ഞാൻ ആ വാല്യൂ അവിടെ മാർക്ക് ചെയ്തു. ദിസ് വിൽ ബി 10 kN. നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരച്ചതുകൊണ്ട് ഇനി ഇവിടെ സൈൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ റെഫറൻസ് ലൈൻ താഴെയുള്ള എല്ലാ വാല്യൂ എന്താണ്? നെഗറ്റീവ് തന്നെ. ഇനി ആലോചിച്ചു, ബിക്കും സിക്കും ഇടയ്ക്ക് എന്താണ്? യു ഡി അല്ല, യു ഡി എല്ലിൻ്റെ BMD നമുക്ക് പരാബോളിക് കർവ് ആയിരുന്നു. അപ്പം ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പരാബോളിക് കർവ് വരച്ചു. സോ ദിസ് ഈസ് എ പരാബോളിക് കർവ്. ഇതൊരു പരാബോളിക് കർവാണ്. പരാബോളിക് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് കർവ്. അതങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. സോ അതൊരു പരാബോളിക് കർവാണ്. ദെൻ അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്നു, എയിലേക്ക് വന്നു. എയിലേക്ക് വരുമ്പോഴത്തേക്കിനും എയിലെ ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? -40. അപ്പോൾ ഇതിനേക്കാളും ഹയർ വാല്യൂ ആണ്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷന് 10-നേക്കാളും താഴെയായിട്ട് ഞാൻ ഇവിടെ എന്ത് വരച്ചു? 40 kN മീറ്റർ. നെഗറ്റീവ് സൈൻ പിന്നെ നമ്മൾ ഇടരുത്, കാര്യം നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് വരച്ചേക്കുന്നത്. ഇതിനിടയ്ക്ക് വേറെ ലോഡുകളൊന്നുമില്ല, അപ്പം പോയിന്റ് ലോഡ് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് ഇവിടെ വരുന്നത് ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ, അല്ലേ? പോയിന്റ് ലോഡിൻ്റെ കേസിൽ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. സോ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡയഗ്രാം ഞാനങ്ങ് ക്ലോസ് ചെയ്തു. സോ അപ്പോൾ ഇതായിരിക്കും എൻ്റെ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അത് കിട്ടിയത് നെഗറ്റീവ് സൈഡിലേക്കാണ്. സോ അത് ഹാച്ച് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. സോ ദിസ് ഈസ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഞാൻ SL എന്ന് എഴുതുന്നത്, നമ്മൾ എഴുതുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ എഴുതിയിരുന്നാൽ നല്ലത്. സോ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു സിവിൽ എഞ്ചിനീയറിംഗിൽ 6 മാർക്കിനോ 10 മാർക്കിനോ കണ്ട് 2019 ഡിസംബറിലെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ ഈ 2 സൈൻ കൺവെൻഷൻസ് മാത്രം ആലോചിക്കുക. ഷേപ്പുകൾ വരുന്നതിൻ്റെ ഒരു ടേബിൾ ഫസ്റ്റ് ലെക്ചറിൽ കാണിച്ചിട്ടായിരുന്നു, അതും ആലോചിച്ച് വെക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു മാർക്ക് പക്കായിട്ട് നമുക്കവിടെ കിട്ടിയിരിക്കും. സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സോ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം of span L carries a clockwise moment M at its center. Draw the shear force diagram and bending moment diagram. ഇതും S3 സിവിൽ എഞ്ചിനീയറിംഗ് ഡിസംബർ 2019 തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മെക്കാനിക്കലും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും SFT BMD നിങ്ങൾക്കൊരു 15-20 റേഞ്ചിൽ, മാക്സിമം 20 മിനിമം 15 എന്ന രീതിക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ബിയിൽ 2 ബ്രാഞ്ചുകാർക്കും പാർട്ട് ബിയിലാണ് ഇത് വരുന്നത്. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ഒരു 15 മാർക്കോളം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്താണെന്ന് ആദ്യം അറിയണം എല്ലാവരും. അപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീം അതിൻ്റെ ലെങ്ത് L എന്ന ജനറൽ കേസാണ് പറയുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഞാൻ എന്താ വരച്ചു. അതിൻ്റെ സെൻറ്റർ അപ്പം സിംപ്ലി സപ്പോർട്ട് ആയതുകൊണ്ട് 2 എൻഡിലും നമ്മൾ സപ്പോർട്ട് കൊടുത്തു. ഇവിടെയും സപ്പോർട്ട് കൊടുത്തു, ഇവിടെയും സപ്പോർട്ട് കൊടുത്തു. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ എന്താണ് സ്പാൻ ലെങ്ത് അവർ പറയുന്നുണ്ട് എത്രയാണ്, L എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് യുവർ L, സ്പാൻ ലെങ്ത് ഓഫ് L. ഞാൻ ബീമിന് പേരിട്ടു AB ആൻഡ് ദിസ് വിൽ ബി യുവർ പോയിൻ്റ് C, സെൻറ്റർ പോയിൻ്റ് C. ആ സെൻറ്ററിൽ എന്താണ് ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. സോ ദർ ഈസ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഓഫ് M അറ്റ് ദി പോയിൻ്റ് C. സോ ഈ സിസ്റ്റത്തിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ നോർമലി ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്യും. അപ്പം ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ എഴുതിയത് സം ഓഫ് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു എന്താണ് 0. ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 മീൻസ് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഇവിടെ അപ്വേർഡ് ഫോഴ്സേ ഉള്ളൂ, എന്താ റിയാക്ഷൻസ് 2 ഉണ്ട്, RA + RB. പക്ഷേ ഡൗൺവേർഡ് ഫോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് RA + RB ഈക്വൽ ടു എന്താണ് 0. ദാറ്റ് മീൻസ് RA equal to minus RB. This is the first condition. Now coming to the moment, I am taking moment about A equal to 0. Second equilibrium condition. Moment about A equal to 0 means moment ആണ്, റൊട്ടേഷൻ അല്ലേ. അപ്പം എക്ക് അബൌട്ടായിട്ട് ക്ലോക്ക് വൈസ് കറങ്ങുന്നതും കൗണ്ടർ ക്ലോക്ക് വൈസ് ഇറങ്ങുന്നതും ബാലൻസ് ചെയ്യണം. ഇക്വിലിബ്രിയത്തിൽ എന്നാൽ കറക്കം ഉണ്ടാകാൻ പാടില്ല, മൊമെൻ്റ് ഉണ്ടാകാൻ പാടില്ല. സോ ക്ലോക്ക് വൈസ് കറങ്ങുന്ന മൊമെൻറ്റും കൗണ്ടർ ക്ലോക്ക് വൈസ് ഇറങ്ങുന്ന മൊമെൻറ്റും എന്താണ് ഈക്വൽ ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് മൊമെൻ്റ് അബൌട്ട് A clockwise is equal to moment about A counter clockwise. സോ നോക്കി, എയിൽ നിൽക്കുന്ന ഒരാൾക്ക് M ക്ലോക്ക് വൈസ് തന്നെയാണ്, B എന്ന് പറയുന്നത് ഈ ബീം ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്ട് നോക്കി ഇവിടുത്തെ റിയാക്ഷൻ എന്ത് ചെയ്യും, ഇവനെ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. സോ RB ഇവിടെ റിയാക്ഷൻ RB, ഇവിടെ റിയാക്ഷൻ എന്തുകൊണ്ട് RA ഉണ്ടെങ്കിൽ RB ഈസ് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് എ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഞാൻ എഴുതി. സോ M ഷുഡ് ബി ഈക്വൽ ടു ദ ബെൻഡിങ് മൊമെൻറ്റ് M ഷുഡ് ബി ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഇത് ഡയറക്റ്റ് മൊമെൻറ്റ് തന്നെയാണ്. ദെൻ RB ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് L. സോ RB ഇൻറ്റു ലെങ്ത് L. സോ ഫ്രം ഹിയർ RB വിൽ ബി ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ L. RB ഇതാണെങ്കിൽ RA എന്തായിരിക്കും ഒബ്വിയസ്ലി, ദെയർഫോർ RA വിൽ ബി മൈനസ് M ഡിവൈഡഡ് ബൈ L. സോ ദീസ് ആർ ദ സപ്പോർട്ട് റിയാക്ഷൻസ്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇവൻ എന്ത് ചെയ്യണം, ഒന്ന് റീഡ്രോ ചെയ്യണം. കാര്യം ഞാനിപ്പോൾ RA അപ്പോർഡ് ഡയറക്ഷനിലേക്കാണ് വരച്ചേക്കുന്നത്, അതൊന്ന് മാറ്റി ഞാൻ വരയ്ക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ടും ഞാൻ ഈ ഓരോ പോയിന്റിലെയും ഇത് ഇങ്ങോട്ട് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. എന്തായാലും നമുക്ക് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും വരയ്ക്കുന്നത് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോ പോയിന്റിലുള്ള ഡേറ്റാസ് ഞാൻ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഫസ്റ്റ് ഞാൻ ഈ റിയാക്ഷൻസ് വെച്ചുകൊണ്ട് ഈ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരയ്ക്കുന്നു. സോ ഹിയർ ഇറ്റ് ഈസ് RB വാല്യൂ നമുക്ക് കിട്ടി പ്ലസ് M/L ആണ്. സോ RA വാല്യൂ അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ RA വാല്യൂ ഈസ് നമുക്ക് കിട്ടിയത് മൈനസ് M/L എന്ന്. ഇത് ആരോ ഇട്ടതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മൈനസ് ഇടണമെന്ന് നിർബന്ധമില്ല, കാരണം ആരോ നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വരച്ചിരിക്കുന്നത്. സോ ഇത് പോയിൻ്റ് C ആണ്. ഈ പോയിൻ്റ് സിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ലോക്ക് വൈസ്
മൊമെൻ്റ് അല്ലെങ്കിൽ കപ്പിൾ എം വാല്യൂ അവിടെയുണ്ട്. So now let's go to the shear force and bending moment diagram. First of all shear force കാൽക്കുലേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓരോ പോയിന്റ്, ഇത് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്. സോ വി വിൽ കാൽക്കുലേറ്റ് ദി ഷിയർ ഫോഴ്സ് അറ്റ് ബി. ഷിയർ ഫോഴ്സ് അറ്റ് ബി, ഞാൻ ബിയിൽ നിൽക്കുകയാണ്. ബിയിൽ നിൽക്കുമ്പോൾ അറ്റ് ബിയിൽ എനിക്ക് റൈറ്റ് സൈഡിലേക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ ലോഡൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്താണ്? 0 ആണ്. എന്നാൽ ബിയിൽ നിന്ന് ജസ്റ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ട്? അപ്വേർഡ് ഡയറക്ഷൻ ഉണ്ട്. ആലോചിക്കുക, റൈറ്റിൽ അപ്വേർഡ് ഡയറക്ഷനിൽ. സോ റൈറ്റ് അപ്വേർഡ് ഈസ് നെഗറ്റീവ്. സോ ഷിയർ ഫോഴ്സ് ജസ്റ്റ് ആഫ്റ്റർ ബി, ജസ്റ്റ് ആഫ്റ്റർ നമ്മൾ നോക്കുന്നതാണ്. ജസ്റ്റ് ആഫ്റ്റർ ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അപ്പോൾ ആർ ബി, ദാറ്റ് ഈസ് ആർ ബി, അത് അപ്വേർഡ് ഡയറക്ഷൻ ആണ് മൈനസ്. സോ ദാറ്റ് ഈസ് -m/l ആയിരിക്കും നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ബിയിൽ നിന്ന് ഇറങ്ങി എവിടെ വന്നു? സിയിൽ വന്നിരുന്നു. സോ ഷിയർ ഫോഴ്സ് അറ്റ് സി, ഷിയർ ഫോഴ്സ് അറ്റ് സി, സിയിൽ നിൽക്കുമ്പോൾ സിയിൽ നിന്നാലും സിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാലും എനിക്ക് ആർ ബി മാത്രമേ കാണാൻ പറ്റൂ. അത് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ. സോ അവിടുത്തെയും ഷിയർ ഫോഴ്സ് അറ്റ് എത്ര? ആർ ബി മൈനസ് ആർ ബി. മൈനസ് ഇടാൻ കാര്യം റൈറ്റ് അപ്വേർഡ് ആണ് റിയാക്ഷൻ. സോ റിയാക്ഷൻ ആർ ബി അപ്വേർഡ് ഡയറക്ഷനിൽ, സിയിൽ നിന്ന് വലത്തേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് അപ്വേർഡ്, അത് നെഗറ്റീവ്. അതുകൊണ്ടാണ് വീണ്ടും നെഗറ്റീവ് സൈൻ തന്നെ വന്നത്. ദെൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എവിടെ വന്നു? ഷിയർ ഫോഴ്സ് അറ്റ് എ, ഷിയർ ഫോഴ്സ് അറ്റ് എ. ഇത് മൊമെൻ്റാ അല്ലേ? എം എന്ന് പറയുന്ന മൊമെൻ്റ്. ഒരിക്കലും അത് ഷിയർ ഫോഴ്സിനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മൊമെൻറ്റിനകത്തേ വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാലും എനിക്ക് എത്ര തന്നെ ഉള്ളൂ? ഈ ആർ ബി തന്നെ കാണാൻ പറ്റും. എഗെയിൻ ഷിയർ ഫോഴ്സ് അറ്റ് എ വിൽ ബി ഓൾസോ -m/l. സോ നമുക്കപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം എൻ്റെ റെഫറൻസ് ലൈൻ വരച്ചു. റെഫറൻസ് ലൈൻ വരച്ച ശേഷം റെഫറൻസ് ലൈനിന് താഴേക്ക് അല്ലേ ബിയിലെ മൊമെൻറ്റ്, ബിയിൽ നിൽക്കുമ്പോൾ എത്രയാണ്? 0 ആണ്. പക്ഷേ ബിയിൽ നിന്ന് മാറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്രയുണ്ട്? ഇറ്റ് ഈസ് -c/l. അത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവിലേക്ക് വരച്ചു. അപ്പം അവിടുത്തെ പോയിന്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ വരച്ചു, c/l. ഇനി സിയിലെത്തിയാലും എത്ര തന്നെയാണ്? ഇതാണ്. എയിലെത്തിയാലും ഇത്ര തന്നെ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ലെങ്തിൽ എന്താണ്? ഷിയർ ഫോഴ്സ് എന്താണ്? കോൺസ്റ്റൻ്റ്. അപ്പം ഞാൻ ത്രൂ ഔട്ട് ലെങ്തിലേക്കും വരച്ചു, ക്ലോസ് ചെയ്തു. സോ ഇവിടെയും എത്രയാണ്? c/l. ഇവിടെ എത്ര തന്നെയാണ്? c/l. സോ ദിസ് ഈസ് c, ദിസ് ഈസ് പോയിന്റ് എ. സോ ദിസ് വിൽ ബി യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ കമ്മിങ് ടു ദി ബെൻഡിങ് മൊമെൻ്റ് കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേഷനിലേക്ക് വരുവാണ്. സോ ബെൻഡിങ് മൊമെൻറ്റ് ഞാൻ ബിയിൽ വന്നിരുന്നു. ബെൻഡിങ് മൊമെൻറ്റ് എബൌട്ട് ബി, ബിയിൽ നിൽക്കുന്നു. ബിയിൽ കൂടിയാണ് ആർ ബി പാസ് ചെയ്യുന്നത്. സോ മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് വിൽ ബി 0. ബിയിൽ നിന്ന് ഇറങ്ങി എവിടെ വന്നു? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എന്ന് പറയുമ്പോൾ സിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തുണ്ട്? ആർ ബി ഉണ്ട്. അത് ആക്ട് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് എത്രയാണ്? സെൻട്രലാന്ന് പറഞ്ഞപ്പോൾ ഈ ഡിസ്റ്റൻസ് ദിസ് വിൽ ബി l/2. സോ ദാറ്റ് വിൽ ബി m/l L/2. സൈൻ കൺവെൻഷൻ നോക്കുവാണെങ്കിലോ ആർ ബി ആണ്. സിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ബീം എങ്ങോട്ടായിരിക്കും ബെൻഡ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ വെച്ചോ ഈ റിയാക്ഷൻ മുകളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുന്ന പോലെ ആയിരുന്നു. ദാറ്റ് മീൻസ് പോസിറ്റീവ് ബെൻഡിങ്. സോ ദിസ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. എല്ലാം കട്ട് ചെയ്ത് പോയി എന്ത് വരും? മൊമെൻറ്റ് വാല്യൂ വിൽ ബി +m/2. എന്നാൽ സിയിൽ ജസ്റ്റ് മാറിക്കഴിഞ്ഞാൽ സിയിൽ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ട് അല്ലേ? ഈ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ബീമിന് എന്ത് ചെയ്യുക? താഴേക്കാണ് ബെൻഡ് ചെയ്യുന്നത് അല്ലേ? മൊമെൻറ്റ് താഴേക്കാണ് ക്ലോക്ക് വൈസ്. അപ്പം ബീം താഴേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. സോ ബെൻഡിങ് മൊമെൻറ്റ് ജസ്റ്റ് ആഫ്റ്റർ സി അല്ലെങ്കിൽ അറ്റ് സി എന്ന് വേണമെങ്കിൽ പറയാം. സോ +m/2 കൂടെ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഒരു -m ആഡ് ചെയ്യണം. കാര്യം ഇവൻ മൊമെൻറ്റ് താഴേക്കാണ്, എം താഴേക്കാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് നെഗറ്റീവ്. സോ ദാറ്റ് വിൽ ബി +m/2 -m, ദാറ്റ് വിൽ ബി -m/2. ദെൻ കമ്മിങ് ടു ദി പോയിന്റ് എ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കി പറയാം, അല്ലെങ്കിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഫോഴ്സ് ഒന്നുമില്ല. അവിടെ എന്താണ്? മൊമെൻറ്റ് എബൌട്ട് എന്ന് പറയുന്നത് 0 ആണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, എന്ത് വരുമെന്ന് ആലോചിച്ച് നോക്കുക. സോ എയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ m/l അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് l. സോ നമുക്ക് എങ്ങനെ എഴുതാം? m/l. ഇത് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് ആണ്. ഈ മൊമെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ദാറ്റ് വിൽ ബി ഡൗൺവേർഡ് ഡയറക്ഷൻ മൈനസ്. സോ m +m that will also become 0. അപ്പോൾ ഇത്തരം കേസസ് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് എഴുതി എങ്ങനെ? ലെഫ്റ്റിലേക്ക് ഇവിടെ നിന്നുകൊണ്ട് ലെഫ്റ്റിലേക്ക് നോക്കി, ഇവിടെ ഫോഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 0 ആയിട്ട് എഴുതിയത്.
അപ്പോൾ നമുക്കത് നമ്മളുടെ ചോയ്സാണ്, ലെഫ്റ്റിലേക്ക് നോക്കുകയാണോ റൈറ്റിലേക്ക് നോക്കാം. ലെഫ്റ്റിൽ നോക്കിയാലും റൈറ്റിൽ നോക്കിയാലും നമുക്ക് എന്താണ് ഒരേ എഫക്റ്റാണ്. നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും വരുന്നത്. ഇനി ഇത് നമുക്ക് വരച്ച് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, റെഫറൻസ് ലൈൻ വരച്ചു. സോ എൻ്റെ റെഫറൻസ് ലൈൻ വരച്ചു. സോ റെഫറൻസ് ലൈൻ വരച്ച ശേഷം ആലോചിച്ച് നോക്കി, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബിയും 0 ആണ്, അറ്റ് എയും എന്താണ് 0 ആണ്. ഇനിയും ഷിയർ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സിയിൽ നിൽക്കുമ്പോൾ എത്ര വരുന്നുണ്ടായിരുന്നു, സിയിൽ നിൽക്കുമ്പോൾ അവിടെ +m/2 ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഈ മൊമെൻറ്റ് സഡൻ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ഇൻക്രീസ് ഉണ്ടായി. ആ മൊമെൻറ്റ് ഇവനെ എന്ത് ചെയ്തു, നേരെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ കൊണ്ടുപോയി എത്ര ആയി, ഇവന് -m/2 ആക്കി മാറ്റി. ഇവിടെ മൈനസ് സൈൻ ഇട്ട് മനസ്സിലാകാൻ വേണ്ടി മാത്രം, സൈൻ ഇടണമെന്നില്ല. അപ്പോൾ നോക്കി, സിക്കും ബിക്കും ഇടയ്ക്ക് ലോഡുകൾ മാത്രമേ, പോയിൻറ്റ് ലോഡുകൾ മാത്രമേ ഉള്ളൂ. പോയിൻറ്റ് ലോഡിൻ്റെ BMD എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ എന്താ, അവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തുകൊണ്ട് ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഇതാണ് സിയിലെ ഫൈനൽ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് എയിലേക്ക് വരുമ്പോൾ എയിലും എത്ര തന്നെയാണ്, 0 തന്നെ. ഇത് എ, ഇത് ബി, ആൻഡ് ദിസ് ഇസ് പോയിൻറ്റ് സി. അപ്പോൾ ഇവിടെയും പോയിൻറ്റ് ലോഡുകളേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്തായിരുന്നു, ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. സോ ഇതായിരിക്കും എന്ത് എന്ന് പറയുന്നത്, ഒരു ഇവിടെ പോസിറ്റീവ് വാല്യൂ, ഇവിടെ നെഗറ്റീവ് വാല്യൂ ഉള്ള. ദിസ് ഈസ് അവർ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ദി ഗിവൺ കേസ്. സോ ഈ രണ്ട് പ്രോബ്ലം നല്ലവണ്ണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ലെക്ചറിൽ നമ്മൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 2-3 പ്രോബ്ലംസും കൂടി നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. എക്സാംസ് അടുത്ത് വരെയാണ്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക് യു ആൾ.